നമസ്കാരം. ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാവുകയും പിന്നീട് വിഷമങ്ങളെ തരണം ചെയ്യാൻ മറ്റു ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായും വരാറുണ്ട്. ആദ്യം എടുക്കുന്ന തീരുമാനം ഉചിതമാണെങ്കിൽ ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഇല്ലാതെ വരികയും ജീവിതത്തിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഴിഞ്ഞുപോയ കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സ് സുസ്ഥിരമായ അവസ്ഥയിൽ ഉള്ളപ്പോഴാണ് നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നതാണ്. ജീവിതത്തെ സംബന്ധിക്കുന്ന ഏതൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മാനസികാവസ്ഥ സർവപ്രധാനമാണ്. മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെ എന്ന് നോക്കിയ ശേഷമാണ് നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത്. മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴും അത്യധികം സന്തോഷിക്കുമ്പോഴും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഉചിതം. ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ അപ്രതീക്ഷിതമായി ഒരു മരണം സംഭവിക്കുമ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ കൂടെയുള്ളവർക്ക് ചെറിയ തീരുമാനങ്ങൾ പോലും എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായി കാണാറുണ്ട്. അമിതമായ സങ്കടവും നഷ്ടബോധവും അവരെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള കാരണങ്ങളായി മാറുന്നു. അപ്പോൾ അവരുടെ ബന്ധുമിത്രാദികളാണ് അവരെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതായി കാണാറുള്ളത്. അതുപോലെ തന്നെ ഒരു ലോട്ടറി അടിച്ച വ്യക്തി പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ ലോട്ടറിയിൽ ലഭിച്ച പണം പോലും നഷ്ടപ്പെടുത്താൻ കാരണമായതായി ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ആ തീരുമാനങ്ങളിൽ നിന്നും പൊട്ടിമുളച്ചുണ്ടായ മരത്തിൽ ഉള്ള പഴങ്ങൾ രുചിയുള്ളവയാണോ അല്ലയോ, പുഷ്പങ്ങൾ ഭംഗിയുള്ളവയാണോ അല്ലയോ എന്നൊക്കെ നിശ്ചയിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അമിതമായ ചലനങ്ങൾ, ദുഃഖമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ, ഇവ നമ്മുടെ മനസ്സിൻ്റെ തെളിച്ചത്തെ ബാധിക്കുന്നത് കൊണ്ടാണ്. ശാന്തമായ മനസ്സ് മനോഹരമായ ഒരു തടാകത്തിൽ തെളിഞ്ഞിരിക്കുന്ന ജലം പോലെയാണ്. അമിതമായ ദുഃഖവും സന്തോഷവും തടാകത്തിലുള്ള ജലത്തെ മലിനമാക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വ്യക്തത കുറയുകയും സത്യം തെളിയാതെ വരികയും എടുക്കുന്ന തീരുമാനങ്ങൾ ഉദ്ദേശിച്ച തലത്തിൽ എത്താതെ വരികയും ചെയ്യുന്നു. തീരുമാനങ്ങൾ എടുക്കുക എന്നാൽ മുമ്പോട്ടുള്ള വഴിയിലൂടെ നടന്നു നീങ്ങുക എന്നാണ് അർത്ഥമാകുന്നത്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള വഴി തെളിയിക്കുന്നത്. കൃത്യമായ വഴി തെളിയണമെങ്കിൽ മനസ്സ് ശാന്തമാകണം. മനസ്സ് ശാന്തമാകുമ്പോഴാണ് നമ്മുടെ ഹൃദയം നമ്മോട് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുക. നമ്മുടെ ഹൃദയത്തിൽ എല്ലാമുണ്ട്, സത്യമുണ്ട്. അവിടേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും വികാരങ്ങളുമാകുന്ന തിരമാലകൾ നിലയ്ക്കണം. യുവർ ഹാർട്ട് നോസ് ദ വേ, റൺ ഇൻ ദാറ്റ് ഡയറക്ഷൻ എന്നാണ് റൂമി പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയത്തിന് വഴി അറിയാം, ആ ദിശയിലേക്ക് ഓടുക. റൂമി പറഞ്ഞതനുസരിച്ച് ഹൃദയത്തിൻ്റെ ദിശയിലേക്ക് ഓടണമെങ്കിൽ മനസ്സിലുള്ള വ്യതിയാനങ്ങൾ ഇല്ലാതെയാകണം. മറ്റൊന്ന്, നമ്മൾ വികാരഭരിതരായി ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പോലും അവർക്കും നമുക്കും ഗുണം ചെയ്തു കൊള്ളണമെന്നില്ല എന്നതാണ്. മനസ്സിൽ തെളിച്ചം വരാതെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ കഴിയുക? പ്രത്യക്ഷത്തിൽ ലോകനന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഉചിതമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതങ്ങനെയാകണമെന്നില്ല. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ കൗരവപ്പടയെ കണ്ട് ധർമ്മസങ്കടത്തിൽ പെട്ടുപോയ അർജുനനോട് നീ യുദ്ധം ചെയ്യണം എന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോഴും അർജുനൻ ചോദിക്കുന്നത് എങ്ങനെയാണ് യുദ്ധം ചെയ്യുക എന്നാണ്. മറുപക്ഷത്ത് തൻ്റെ പിതാമഹനായ ഭീഷ്മരും ഗുരുനാഥനായ ദ്രോണാചാര്യരും സഹോദരങ്ങളായ ദുര്യോധനനും മറ്റു കൗരവരും നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവരെ കൊല്ലുക? തൻ്റെ രക്തത്തിലുള്ളവരെയും ഉറ്റ ബന്ധുക്കളെയും ഗുരുജനങ്ങളെയും തോൽപ്പിച്ചതുകൊണ്ട് വധിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? ഇതിലും ഭേദം അവർക്ക് വഴങ്ങിക്കൊടുക്കുന്നതല്ലേ, തോറ്റുകൊടുക്കുന്നതല്ലേ? അർജുനൻ്റെ വാദം കേൾക്കുന്ന ആർക്കും അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് തോന്നിപ്പോകും. അർജുനൻ്റെ ഉള്ളിൽ സഹാനുഭൂതിയല്ലേ ഉള്ളത്? ശാന്തമായ അവസ്ഥയല്ലേ അദ്ദേഹം ആഗ്രഹിക്കുന്നത്? ശ്രീകൃഷ്ണൻ ആജ്ഞാപിക്കുന്നത് ഹിംസയുടെ പാത പിന്തുടരാനല്ലേ? ഇത് ശരിയാണോ എന്ന് ആർക്കും തോന്നിപ്പോകും. ഇവിടെ നമ്മൾ നോക്കേണ്ടത് അർജുനൻ ഈ തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നാണ്.
ഗീതയിലെ അർജുന വിഷാദയോഗ എന്ന ആദ്യ അധ്യായത്തിൽ അദ്ദേഹം വിഷാദം പിടിച്ച അവസ്ഥയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളും വാദങ്ങളും വർത്തമാനങ്ങളും എല്ലാം തന്നെ വിഷമവും ദുഃഖവും വിഷാദവും നിറഞ്ഞ അവസ്ഥയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അർജുനന് ഈ അവസ്ഥയിൽ സത്യത്തെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് ശ്രീകൃഷ്ണന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അർജുനന് ഗീതോപദേശം പകർന്നു കൊടുക്കുന്നത്. അതിനുശേഷം അർജുനനോട് ചിന്തിച്ച് വേണ്ടത് ചെയ്യാനാണ് കൃഷ്ണൻ പറയുന്നത്. മനസ്സിൻ്റെ മറ നീങ്ങിയപ്പോൾ ഉറച്ച ഭാവത്തോടെ സത്യത്തിൻ്റെ തീവ്രതയോടെ ഞാൻ യുദ്ധം ചെയ്യാം എന്നാണ് അർജുനൻ അവസാനം പറയുന്നത്. സത്യത്തിൽ ഇവിടെ നമുക്കുള്ള പാഠം എന്താണ്? ഈ ജീവിതമാകുന്ന യുദ്ധത്തിൽ പല വിഷമങ്ങളും വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടി വരും. വിഷമത്തോടെയും വിഷാദ ചിന്തകളോടെയും നമ്മൾ എവിടേക്കും ഓടി രക്ഷപ്പെടാൻ നോക്കരുത്. ആ സമയത്ത് ഞാൻ നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്ന വ്യാജേന പോലും തീരുമാനങ്ങൾ എടുക്കരുത്. പകരം ഉള്ളിലേക്ക് നോക്കിയ ശേഷം നമ്മുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഉള്ളിൽ ശാന്തതയും സമാധാനവും ഇല്ലെങ്കിൽ അതുണ്ടാകും വരെ നമ്മൾ കാത്തിരിക്കണം. സത്യത്തെ അറിയാനുള്ള ജിജ്ഞാസ വളർത്തിയ ശേഷം അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ ഉചിതമായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. അത് നമുക്കും മറ്റുള്ളവർക്കും ഈ ലോകത്തിനും മാതൃകയായി മാറും. യഥാർത്ഥത്തിൽ സത്യാന്വേഷണമാണ് പരോക്ഷമായും അപരോക്ഷമായും എല്ലാ മതഗ്രന്ഥങ്ങളും നിർദ്ദേശിക്കുന്നത്. ആ വഴിയിലൂടെ നടന്നു നീങ്ങണമെങ്കിൽ തീവ്രമായ ആഗ്രഹം ഉള്ളിലുണ്ടായിരിക്കണം. സമയമാകുമ്പോൾ ആ ഉൾവിളി താനേ വന്നുകൊള്ളും. സെൽഫ് റിയലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള സൗജന്യമായ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താങ്കൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇത്തരം വീഡിയോകൾ കാണാനും ഇതുപോലുള്ള വിഷയങ്ങൾ അറിയാനും താങ്കൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ വിവരം എഴുതി അറിയിക്കുക. മനസ്സിനെ ശുദ്ധീകരിച്ച ശേഷം സത്യത്തെ പൂർണ്ണതയോടെ അറിഞ്ഞ ശേഷം ജീവിതത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ താങ്കൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.